അപ്പൊ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് BMW കണ്ടുപിടിച്ചാണ് നേരെ വീട്ടിലോട്ട് പോകും ഗൈസ്. ഞാൻ തന്നെ ക്യാപ്കട്ട് ഓൺ ചെയ്ത് ന്യൂ പ്രൊഡക്റ്റിൽ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക ഗൈസ്. ഞാനിപ്പോൾ ഈ വീഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നേരെ അടുക്കിലോട്ട് പോകും. ഞാൻ തന്നെ വീഡിയോ എടുക്കുക. എനിക്ക് ആവശ്യമുള്ള ക്ലിപ്പ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക ഗൈസ്. സ്പ്ലിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ തന്നെ ആ വീഡിയോ ഫ്രീസ് ചെയ്യുക ഗൈസ്. പിന്നെ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ ഫ്രീസ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോ ഓവർലേ ചെയ്യുക ഗൈസ്. ആ വീഡിയോ ഓവർലേ ചെയ്ത ശേഷം അടിയിലുള്ള റിമൂവ് BG എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആക്ടോ റിമൂവൽ കൊടുക്കുക. എൻ്റെ ആട്ടോ റിമൂവലിലൊന്നും പറഞ്ഞില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ നോക്കിക്കോട്ടെ. എന്നിട്ട് ഞാൻ കസ്റ്റം റിമൂവൽ എടുത്തിട്ടുണ്ട്. ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതാണോ അത് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഞാൻ വരച്ചെടുക്കുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ആട്ടോ റിമൂവൽ പറഞ്ഞെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ചെയ്യണം. 7 ധൃതിയിലായതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ. കാരണം എൻ്റെ ഫോട്ടോ നല്ല ക്ലിയർ ആകത്തില്ല, കറക്റ്റായിട്ട് വരത്തില്ല. അതുകൊണ്ട് ഞാൻ ധൃതിയിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗൈസ് ഞാൻ എന്നിട്ട് നമ്മൾ ഓവർലേ ചെയ്ത ക്ലിപ്പിനെ എടുത്ത് അതിൻ്റെ അടുത്ത് കൊണ്ട് വയ്ക്കുക ഗൈസ്. എന്നിട്ട് അതിനെ ചെറുതാക്കുക ഗൈസ്. ചെറുതാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ച് വയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ബട്ടൻ്റെ അടുത്ത് ഡയമണ്ട് ഷേപ്പിൽ ഒരു പ്ലസ് ഉള്ള ചിഹ്നം കാണും. ആ ചിഹ്നത്തിൽ രണ്ട് സൈഡിലും ഫ്രണ്ടിലും ബാക്കിലും ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ഗ്രാഫ് ബട്ടണിൽ കുത്തി കോഡിങ് എന്ന ഇത് കൊടുക്കുക, ഗ്രാഫ് കൊടുക്കുക. അപ്പോൾ നമ്മളെ കാർ കാണും. അത് നമ്മൾ വലുതാക്കി കൊടുക്കുക. അപ്പോൾ മൂന്നാമത്തെ ഈ ഫ്രെയിം നമ്മളെ വീഡിയോയിൽ വരും ഗൈസ്. ഇപ്പോൾ ഇങ്ങനെ വരും ഗൈസ്. ഇതെല്ലാം നമ്മൾ ചെയ്യണം ഗൈസ്. ഇതെല്ലാം കയറ്റി നമുക്ക് ആവശ്യമുള്ള ആനിമേഷനിൽ കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ആനിമേഷനാണ് കൊടുക്കുന്നത്. ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പോൾ ശരി ഗൈസ്.